ഞാനും രാമും മമ്മൂക്കടുത്ത് പോയിട്ട് ആദ്യം കഥ പറയുന്ന സമയത്ത് ഈ മുത്താരംകുന്ന് പിയോടെ ഇതുണ്ടായിരുന്നില്ല, അതിന് പകരം അവിടെ വേറൊന്നായിരുന്നു. അവർക്ക് വലിയ പേര്, വലിയ നടന്മാരുടെ പേരുകളാണ് കൊടുത്തത്. പക്ഷെ എൻ്റെ കഥാപാത്രത്തിന് ശ്രീനി തന്ന പേര് എനിക്ക് ഇന്ന് ഇഷ്ടമാണ്, വാസു. മലയാളത്തിന്റെ മണമുള്ള പേരാണ്. ഈ സിനിമ റിലീസ് ചെയ്തത് ജനുവരി 9-ാം തീയതിയാണ്. കൃത്യം 40 വർഷങ്ങൾക്ക് മുൻപ് ജനുവരി 7-ാം തീയതിയാണ് ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. 40 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം എൻ്റെ ആദ്യത്തെ സിനിമ വീണ്ടും ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് വരാനൊരു കാരണമാണ്. ജോഫിൻ ഏകദേശം ഒരു 4 കൊല്ലം അടുത്ത മുമ്പാണ് ഇതിൻ്റെ ഒരു വളരെ രത്നച്ചുരുക്കമായിട്ടുള്ള രൂപരേഖയായിട്ടുള്ള കഥ പറയുന്നത്. ഈ കഥകൾ കേൾക്കുമ്പം അതിൻ്റെ ഒരു പോസിബിലിറ്റി, ഇതിലൊരു പ്രായോഗികത എത്രയാണ്. കാരണം പ്രായോഗികത പറഞ്ഞാൽ കഥാപരമായിട്ടല്ല, ഇത്രയും പേരുടെ അനുവാദങ്ങൾ ഇതിനകത്ത് വേണം. അപ്പം ജോഫിൻ വലിയ ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ പറഞ്ഞത് സിനിമ ചെയ്ത് തീർക്കലല്ല, ഈ സിനിമകളെല്ലാം ആളുകൾക്ക്, നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ചില കവർ സോങ് ഒക്കെ പാടുമ്പോൾ ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട്, അത് നല്ല പാട്ട് നീ നശിപ്പിക്കരുത്, അത് ചെന്ന് തുടരുതെന്ന് പറയുന്ന പോലെ ഈ സിനിമകളിലൊക്കെ ഒന്ന് മലയാളികൾ അത്രയധികം നെഞ്ചോട് ചേർത്ത് വെച്ചുള്ള സിനിമകളിൽ ഒന്ന് തൊടുക എന്ന് പറയുന്നത് പോലും ഞങ്ങളുടെ ബാച്ചിന് വളരെ വളരെ പാടുള്ള കാര്യമാണ്. അപ്പോൾ അത് അത്ര അനുവാദങ്ങൾ മേടിച്ചെടുക്കുന്നിടത്താണ് ഈ സിനിമ ഉണ്ടാകുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ കലാസൃഷ്ടി അത്ര പ്രിയപ്പെട്ടതാണ്. അതിൽ അത്രയും ഓൾട്ടർനേറ്റായിട്ട് കാര്യങ്ങൾ കടന്നു വരിക, അതിലൂടെ ഒരു സിനിമ വരിക എന്ന് പറയുന്നതിൻ്റെ പാട്. ജോഫിൻ ഇപ്പോൾ പറഞ്ഞു, ആദ്യം കഥ പറഞ്ഞു എന്ന്. പക്ഷേ പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് രാമും ജോഫിനും ഒക്കെ കൂടെ ഈ കഥ ഇത്രയും, ഞാൻ കേട്ട കഥയും കാണുന്ന കഥയും തമ്മിലുണ്ടായ ഒരു വ്യത്യാസം തിയേറ്ററിൽ നിന്ന് വലിയ അത്ഭുതത്തോടെ നോക്കിക്കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൽ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്ന അതിൻ്റെ ആ ലാസ്റ്റ് ഡയലോഗ് നമുക്ക് പറയുമ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഞാൻ. ആ പേര് ആദ്യം ഈ സിനിമയിൽ പറഞ്ഞതും അതിന് കാരണക്കാരനായതും അത് മുത്താരംകുന്ന് വ്യൂ എന്ന് പറയുന്ന സിനിമയെന്നാണ്. അതിൻ്റെ ഒരു തുടക്കം ജഗദീഷ് ചേട്ടൻ്റെ കഥയാണ് ആ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ ജഗദീഷ് ചേട്ടൻ 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കഷനിലോട്ട് പോവാം. ഒരു കലാകാരൻ വന്ന വഴി മറക്കാൻ പാടില്ല, അതൊരു പൊതു തത്വമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വന്ന വഴി ഓർമ്മിക്കാൻ ഒരു അവസരം കിട്ടിയതിന് വളരെ നന്ദി. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കരിയറിൽ ജഗദീഷിനെ ജഗദീഷാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നത്. സംവിധായകൻ സിബി മലയിൽ, കമൽ, 7 ആർട്സ് വിജയകുമാർ, 7 ആർട്സ് മോഹൻ. ഒരു കമ്പനിയുടെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ 7 ആർട്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ചിത്രങ്ങളും കൺട്രോളറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മോഹനാണ്. 7 ആർട്സ് വിജയകുമാർ എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ കലയോടുള്ള അദമ്യമായ സ്നേഹത്തിൻ്റെ ആ ഒരു ശക്തിയിലാണ് സിനിമാ രംഗത്തോട്ട് വന്നത്. പണം മുടക്കി പണം കൊയ്യണം എന്ന ഉദ്ദേശത്തിനപ്പുറം നല്ല ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യണം, അതോടൊപ്പം അതൊരു ബിസിനസ്സാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി നല്ല രീതിയിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് വിദേശ രാജ്യത്ത് താൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മലയാള സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ, ഇവിടുത്തെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള, ചേംബറിൻ്റെയൊക്കെ ഭാരവാഹിയായിട്ടുള്ള പ്രസിഡൻ്റായിട്ടുള്ള വർത്തിച്ചിട്ടുള്ള 7 ആർട്സ് വിജയകുമാർ. കമലിനെ കുറിച്ച് നമുക്കറിയാം. അക്കാഡമി ചെയർമാൻ എന്ന നിലയിലും ഫെഫ്കയുടെ ഭാരവാഹി എന്ന നിലയിലുമൊക്കെ തന്നെ മലയാള സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ചിത്രങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ള സംവിധായകനാണ് കമൽ. സൂപ്പർ താരങ്ങളുടെ ചിത്രം എടുക്കുമ്പോഴും താരങ്ങളുടെ ഇമേജിന്റെ പിന്നാലെ പോകാതെ അവരുടെ നല്ല ചിത്രങ്ങളായിരിക്കണം മലയാള സിനിമയ്ക്ക് നൽകേണ്ടതെന്ന് വിശ്വസിച്ച സംവിധായകൻ കമൽ. സിബി മലയിലിനെ കുറിച്ചും എനിക്ക് പറയാനുള്ള അത് തന്നെയാണ്. സിബി എല്ലാ കാലത്തും, സിബിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ പറയാം. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഓർഡർ ദ അമ്മാവ് ആളറിയാമെന്ന് എൻ്റെ 2ാമത്തെ ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു സിബി മലയിൽ. ഓർഡർ ദ അമ്മാവ് ആളറിയാമെന്ന ചിത്രത്തിൽ ഹോട്ടൽ അമൃതയിൽ നിന്നും എൻ്റെ ബജാജ് പ്രിയ എന്ന സ്കൂട്ടറിൽ ഞങ്ങൾ ഒരുമിച്ച് മെർലാൻ സ്റ്റുഡിയോ വരെ പല ദിവസവും ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ ആ ആത്മബന്ധം നമുക്ക് ഊഹിക്കാം. ഇന്ന് അങ്ങനെ ഒരു കാര്യം നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. അത് ഒരു പോരായ്മയായിട്ട് ഞാൻ പറയുന്നില്ല, കാലത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെതെല്ലാം തെറ്റാണെന്നും അന്നത്തേതെല്ലാം ശരിയാണെന്നും സമർത്ഥിക്കാൻ ഞാൻ ആളില്ല. പക്ഷെ അന്നുണ്ടായിരുന്ന കുറേ രസങ്ങൾ, കുറേ സൗകര്യങ്ങൾ, കുറേ സൗന്ദര്യങ്ങൾ, ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആ കാര്യങ്ങൾ ഒക്കെ തന്നെ ഞാനൊരു തുടക്കക്കാരൻ എന്ന നിലയിൽ എൻ്റെ അഭിനയം ശരിയാകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നത് സിബിയോടാണ് കൂടുതൽ, പ്രിയനോടും അതോടൊപ്പം തന്നെ സിബിയോടും പിന്നെ ശ്രീനിവാസനോടും. ഇവിടെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം വേണ്ടിയിരുന്ന ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ്റെതാണ്.
കഥ എൻ്റേതാണെങ്കിലും മുത്താരം കുന്നിൻ്റെ ആ സ്ക്രിപ്റ്റ് രൂപത്തിലാക്കിയത് ശ്രീനിവാസനാണ്. എൻ്റെ വേണമെങ്കിൽ കഥാബീജം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. ഇതിലെ അമ്മിണിക്കുട്ടി ഉൾപ്പെടെയുള്ള മമ്മൂക്കയുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷനാണ്. എൻ്റെ സഹൃദയ സമക്ഷം എന്ന നാടകത്തിൽ ഇതിൻ്റെ കഥയുണ്ട്, ഈ ഫയൽമാന്റെ കഥയുണ്ട്, ഫയൽമാന്റെ മകളുണ്ട്, ഫയൽമാന്റെ മകളുടെ പ്രേമമുണ്ട്. അതിനെല്ലാം തന്നെ പുതിയ ഒരു ഭാഷ്യം കൊണ്ടുവന്നത് ശ്രീനിവാസൻ എന്ന മലയാള സിനിമയുടെ തന്നെ കരുത്താണ്, സമ്പത്താണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാൻ വിചാരിച്ച് റിയൽ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പോഴും ഇവിടെ വെച്ച് ചോദിക്കണമെന്ന് വിചാരിക്കും, പ്രത്യേകിച്ച് പള്ളി. ആ പള്ളി അതേ പള്ളി തന്നെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തത്? അല്ല, നമ്മൾ പള്ളി അത് CG ആണ്. അതെ. അയ്യോ, കാരണം തരുമോ, അതേപോലെ തന്നെ ഉണ്ട്. നിങ്ങൾ കാതോട് കഥനം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. സെയിം സ്റ്റെപ്സ് അങ്ങനെയുള്ള പള്ളിയുടെ എല്ലാം ഇതുണ്ട്. ഞാനിപ്പോൾ മോഹൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു, നമ്മൾ എവിടെയായിരുന്നു ഷൂട്ട് ചെയ്ത്? കൊരട്ടിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം തിരുമടിക്കുന്ന് പള്ളി. അതെ, ആ പള്ളി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പുതിയ വേഷം. അതെ, അത് അത്രമാത്രം സാമ്യമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലൊക്കേഷൻസ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ള, ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ലൊക്കേഷൻസും, കാരണം അത്രമാത്രം ഇവർ റെഫർ ചെയ്തിട്ടായിരിക്കും അല്ലേ ഇവരത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു എഫേർട്ട് ഭയങ്കര അത്ഭുതം തോന്നുകയാണ് എനിക്ക്. ഞാൻ ഓർക്കുന്നത് ഇവർ 3 വർഷമായിട്ടുണ്ടാവുമായിരിക്കും എൻ്റെ അടുത്ത് ആദ്യം 3 വർഷമായിട്ടും. ആദ്യം ഇവർ രണ്ടുപേരും തന്നെ, രാമും ജോഫിനും തന്നെയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഇങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ അത് ജോൺ പോൾ ജീവിച്ചിരിപ്പുണ്ട്. അങ്കിള് ജോൺ പോൾ പറഞ്ഞിട്ടാണ് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഈ കാര്യം. അപ്പോൾ എനിക്ക് അപ്പം തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി. ഞാൻ ചോദിക്കുകയും ചെയ്തത് ഇത് എങ്ങനെ വർക്കാവുന്നു. കാര്യം നമുക്കൊരു അത്ഭുതം, എങ്ങനെയായിരിക്കും ഇത് സ്ക്രിപ്റ്റ് ചെയ്യാൻ പോണത്, പിന്നെ അതിൻ്റെ മേർഡറും കാര്യങ്ങളൊക്കെ പിന്നീട് എങ്ങനെയായിരിക്കും ഇൻവെസ്റ്റിഗേഷനൊക്കെ എനിക്കറിയില്ല. അന്ന് ഇങ്ങനെ ആസിഫിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും അറിയില്ല. ഇത്രമാത്രം ഡീറ്റെയിലിംഗ് ആ ഇതിൽ കാതോട് കഥയിലിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ടായി. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാതോട് കഥയിൽ ഷൂട്ട് ചെയ്ത, പ്രത്യേകിച്ച് ഭരതേട്ടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ഭരതേട്ടനായിട്ടുള്ള ഓർമ്മകളൊക്കെ തന്നെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു സിനിമയിൽ. പിന്നെ വിജയകുമാറിൻ്റെ കാര്യം പറയണമെങ്കിൽ ഈ 7 ആർട്സിൻ്റെ ബാനറിൽ ആദ്യം ചെയ്യുന്ന സിനിമയാണ് കാതോട് കാതോരം. അതൊരു വലിയതാണ്. കാരണം ഭരതേട്ടനിൽ നിന്ന് തുടങ്ങി അല്ലേ, അതൊരു വലിയ ബാനറായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത്. നമുക്കറിയാലോ പഞ്ചാഗ്നി, നക്ഷത്രങ്ങൾ, ഇത് 3 ഒരേ സമയത്താണ് അല്ലേ വർക്ക് നടക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ തമാശ. ഈ 3 പടങ്ങളും നന്നായിട്ട് വന്നു. അതുകൊണ്ട് 7 ആർട്സ് എന്ന് പറയുന്ന ബാനർ മലയാളത്തിലെ ഏറ്റവും വലിയൊരു ബാനർ ആയി മാറുകയും ചെയ്ത്. അപ്പോൾ അതൊരു വലിയ ഓർമ്മയാണ് ആ സിനിമ. അങ്ങനെ ഫുൾ പേജ് പരസ്യം ഞാൻ ഓർക്കുന്നു. കാതോടത്തിന്റെ തൊട്ട് താഴെ ചിലമ്പെന്നായിരുന്നു എൻ്റെ ഓർമ്മ. അതെ 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 അല്ലേ, ചിലമ്പ്. അത് മോഹൻ പറയണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് എക്സൽ കോംപ്ലക്സിലാണെന്നുള്ളത്. SL കോംപ്ലക്സിൽ ഒരേ സമയത്ത് 7 ആർട്സിന്റെ 4 ഫിലിം ഓടിക്കുന്ന ഒരു യൂണീക്ക്. കാരണം കാതോട് കാതോരം കണ്ടിന്യൂ ചെയ്യുന്നു, പഞ്ചാഗ്നി 200 ഡേയ്സോളം അവിടെ റൺ ചെയ്യുന്നുണ്ടായിരുന്നു, നക്ഷത്രങ്ങൾ ഓടിക്കും, ചിലമ്പ് അവിടെ റിലീസാകുന്നു. അങ്ങനെ ഒരു വളരെ യുണീക്ക് അച്ചീവ്മെന്റ്. അത് വേറെ താമസം വെച്ചാൽ ഭരതേട്ടന്റെ 2 പടം, ഹരൻസാറിന്റെ 2 പടം, 2 ഡയറക്ടർമാരുടെ 2 പടം അറ്റ് എ ടൈം കളിക്കാന്ന് പറയുന്നത് ആ കാലത്തൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഒരിക്കലും സിനിമയിൽ സംഭവിക്കില്ല. കാതോട് കാതോരം സിനിമയിൽ നിന്നും ഒരു ഇൻസ്പയർ ചെയ്ത ഒരു ബാക്ക്ഡ്രോപ്പ്, ഇതൊരു സീക്വൽ അല്ല, ടേക്ക് ഓഫ് അല്ല. ആൻഡോ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ട് ഫോണിൽ കിട്ടിയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച ആൻറ്റോ പറയുന്നത്, സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു സബ്ജക്റ്റിൻ്റെ റീമേക്ക് എന്ന് പറഞ്ഞ് സീക്വൽ ആകാം, പ്രീക്വൽ ആകാം, രണ്ടും ആകാം. അപ്പോൾ ഇത് വല്ലതുമാണ്. അപ്പോൾ ആൻറ്റോ എന്താ ആൻറ്റോ അല്ല അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് വെച്ച് നമ്മൾ ഡ്രസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ആൻറ്റോയ്ക്ക് എന്താ ഇപ്പോൾ ഇങ്ങനൊരു കാതോട് അതിനെ ബേസ് ചെയ്തൊരു ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരു ഫിലിം തുടങ്ങിയില്ലയോ, ആൻറ്റോ ധൈര്യമായിട്ട് അങ്ങോട്ട് ചെയ്യും. ഇതിന് പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇതിനെപ്പറ്റി ഫോർമാലിറ്റി ഒന്നും പേടിക്കണ്ട, ആൻറ്റോ അതുകൊണ്ട് പ്ലാൻ ചെയ്യുക. അല്ല ഞാൻ എനിക്ക് എൻ്റെ ചില മെറ്റീരിയൽസും കാര്യങ്ങളും കുറച്ച് സംഭവം വേണം, അതിൻ്റെ ആർട്ട് ഡയറക്ടർ വരും. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളതെല്ലാം തരാം. ഭാഗ്യത്തിന് ആൽബം ഉണ്ട്, പക്ഷേ ആൽബത്തിൽ പല ഫോട്ടോസും സ്റ്റക്കായിപ്പോയി. ഇങ്ങനെ ഒട്ടി എത്ര വർഷമായി, 40 വർഷമാകുന്നു. അപ്പോൾ ആ ആൽബം ഇരിപ്പുണ്ട് അങ്ങനെ സേഫ്. അങ്ങനെ വട്ട് എവർ മെറ്റീരിയൽ, വട്ട് എവർ അവൈലബിൾ, ആൻറ്റോ അങ്ങോട്ട് എടുക്കുക, പടം അങ്ങോട്ട് നടക്കട്ടെ. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ. സെക്കൻഡ്ലി പടം തുടങ്ങി, പടം റിലീസാവുന്നവരെ സത്യത്തിൽ ഈ എന്താണ് ഈ സിനിമ എന്നോ എങ്ങനെയായിരിക്കും ഈ ഒരു സിനിമ ഷേപ്പ് ഔട്ട് ചെയ്യുന്നതിനെ പറ്റിയും എനിക്ക് വലിയ നോളജൊന്നും ഇല്ലായിരുന്നു. ഞാൻ മദ്രാസിൽ താമസമായതുകൊണ്ട് ഇവിടെ വലിയ ഇൻട്രാക്ഷനും ഇല്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാതോട് കാതോരത്തിലെ ക്യാരക്ടറും അതിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം 100% ജസ്റ്റിഫൈഡ് ആയിട്ട് കൺവിൻസിങ് ആയിട്ട് വന്ന
അതിമനോഹരമായ ഒരു പടമാണ് ഇത്. ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഈ പടം ഒരു നല്ല മനോഹരമായ പടമാണ്. ദാറ്റ് ഇസ് ബിക്കോസ് ദ ഫിലിം ബൈ ഇറ്റ് സെൽഫ്, അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ ഒരു സസ്പെൻസ്, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പാറ്റേൺ ആൻഡ് ഇൻഫാക്റ്റ് ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ഫിലിമിനകത്ത് കുറേ കൂടെ വയലൻസും ബഹളവും ഒക്കെയാണ് ഡോമിനേറ്റ് വരാറ്. ഇത് നോർമലി, ബട്ട് ഇൻ ദിസ് ഫിലിം ഇറ്റ് ഈസ് മോർ ഓഫ് ആ സ്ക്രിപ്റ്റിങ്ങിൻ്റെയോ അല്ലെ ഒരു ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് തോന്നുന്ന രീതിയിൽ അറ്റ് ദ സെയിം ടൈം ഓഡിയൻസിനെ പിടിച്ചിരുന്ന രീതിയിൽ ഒരു ഗ്രിപ്പ് കിട്ടണം. സോ ദാറ്റ് ഓൾസോ ഇസ് വർക്ക്ഡ് ഔട്ട്. സോ ഐ അപ്രീഷിയേറ്റ് ദി ടീം, ദി ഡയറക്ടർ, റൈറ്റേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് കാസ്റ്റ് ആർട്ടിസ്റ്റ് ഹു ആർ പെർഫോംഡ്. ഒരു അതിമനോഹരമായ ഒരു പടമായി വന്നത് ഐ എം വെരി ഗ്ലാഡ്. കാതോട് കാതോരത്തിന് ഇപ്പോൾ ജഗദീഷ് മുമ്പേ പറഞ്ഞ പോലെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിയർലി 40 years കാതോട് കാതോരത്തിനെ ഒന്നുകൂടെ റിമെമ്പർ ചെയ്യാൻ, റിവൈവ് ചെയ്യാനും ഈ പടം ഒരു നിമിത്തമായി എന്നുള്ളത് ഇറ്റ്സ് ഓൾസോ എ ഗ്രേറ്റ് പ്ലഷർ. നല്ല സംഭവമാണ്. ഞാൻ ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ ഇതിൻ്റെ പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന ഇതിൻ്റെ സ്റ്റിൽസൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഞാനും കമലും കൂടെ ഇപ്പോൾ MD സാറിൻ്റെ മരിച്ചെടുത്തും തിരിച്ചു വരുമ്പോൾ കമൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നു, കാതോട് കാതോരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ അവർ ചെയ്യുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട്. അതിനകത്ത് കമലായിട്ട് തന്നെ അഭിനയിച്ചു, മകൻ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ യാത്രക്കിടയിൽ ഇങ്ങനെ സംസാരിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്താരം കുന്നൻ്റെ ഒരു റെഫറൻസ് ഒന്നും കമലിനും അറിയില്ലല്ലോ. ആൻഡോയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, സാർ ഈ പടം ഒന്ന് കാണണം, സാറും ഈ സിനിമയിലൊരു കഥാപാത്രമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ കഥാപാത്രമാകുന്നതെന്ന് വിചാരിച്ചു. എന്തായാലും സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് ആ റെഫറൻസൊക്കെ മനസ്സിലായത്. ഞാൻ പറഞ്ഞു വരുന്ന കോയിൻസിഡൻസ്, ഈ സിനിമ റിലീസ് ചെയ്തത് ജനുവരി 9 കൃത്യം 40 വർഷങ്ങൾക്ക് മുൻപ് ജനുവരി 7 ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. 40 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം എൻ്റെ ആദ്യത്തെ സിനിമ വീണ്ടും ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് വരാനൊരു കാരണമാണ്. കഴിഞ്ഞ മാസം എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് എല്ലാം കൂടെ എന്നെ വിളിച്ചു കൂട്ടി, അവരെല്ലാം കൂടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടിട്ട് അവർ ആവശ്യപ്പെട്ടത് എൻ്റെ 40ാമത്തെ വർഷം, സിനിമയിലെ 40ാമത്തെ വർഷം ആഘോഷിക്കണം, അത് മേലില എന്ന് പറയുന്ന അതേ ഗ്രാമത്തിൽ പോയി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരൊരു ആവശ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അതിന് സമയമില്ല, അത് വേണമെങ്കിൽ നമുക്ക് ആ പടം റിലീസ് ചെയ്ത ഡേറ്റിലേക്ക് പിന്നീട് നോക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു വലിയ എൻ്റെ കരിയറിൻ്റെ ഒരു ലാൻഡ്മാർക്കിൽ എൻ്റെ ആദ്യത്തെ സിനിമ വീണ്ടും പ്രേക്ഷകരുടെ ഒരു ചർച്ചയിലേക്കോ അല്ലെങ്കിൽ സിനിമയുടെ പൊതുശ്രദ്ധയിലേക്ക് വരുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഈ സിനിമയിൽ 7 ആർട്സിൻ്റെ ഓഫീസ് കാണിച്ചിട്ട് നേരെ മോഹൻചേട്ടനെയാണ് കാണിക്കുന്നത്. ഒരുപാട് പേര് വിജയകുമാരനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടും ഉണ്ട് ഈ സിനിമയിൽ. കുറേ കൺട്രോളറായിട്ടുണ്ടല്ലോ, എത്രയോ പടങ്ങൾ അഭിനയിച്ചിട്ട് എത്ര എണ്ണം ഉണ്ടാവും മോഹൻചേട്ടാ? ഇങ്ങനെ തല കാണിച്ച കുറെ സിനിമകളുണ്ട്. എൻ്റെ ഒരു സിനിമയിൽ ധനത്തിൽ ഒരു ഡെഡ് ബോഡി കൊണ്ടുവരുന്നത് മോഹനാണ്. ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ ഡെഡ് ബോഡിയുടെ മോനാ. അങ്ങനെ കുറെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അതൊക്കെ ഒരു തമാശ പോലെ ഷൂട്ടിങ്ങിനിടയിൽ ഇങ്ങനെ ആളില്ലാതിരിക്കുമ്പോഴൊക്കെ അഭിനയിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ സിനിമ കൊണ്ട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് എന്താ വെച്ചാൽ, ഞാൻ ഈ 7 ആർട്സ് മോഹൻ ഞാൻ പലർക്കും അറിയില്ല. ഈ 7 ആർട്സ് മോഹൻ എന്ന് പറഞ്ഞാൽ ആരാണിത്, പ്രൊഡക്ഷൻ കൺട്രോളാണെന്നും അല്ലെങ്കിൽ 7 ആർട്സിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളാണെന്നില്ല പലർക്കും അറിയില്ല. അപ്പോൾ ഈ സിനിമ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. ഞാൻ 7 ആർട്സിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ആയിരുന്നു എന്നും 40 വർഷത്തോളം ഞാൻ സിനിമയിൽ, 40 ഞാൻ 45 വർഷമായി. എന്തായാലും ഈ സിനിമേൻ്റെ ഒരു കഥ വെച്ച് 40 വർഷം ഞാൻ സിനിമയിലുണ്ടല്ലോ. അപ്പോൾ 45 വർഷം ഞാൻ സിനിമയിൽ ലൈവായി നിൽക്കുന്നു എല്ലാവരും കാണിക്കാൻ പറ്റി. അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. പിന്നെ അഭിനയിക്കാൻ പറ്റും തോന്നുന്നുണ്ട്, അത് ആരെങ്കിലും വിളിച്ചാൽ അഭിനയിക്കാൻ. പിന്നെ ഈ സിനിമേൻ്റെ ഷൂട്ടിംഗ് സമയത്തുള്ള നല്ല ഓർമ്മകൾ കുറേ ഉണ്ടായി. ആ ഷൂട്ടിംഗ് സിനിമ കണ്ടപ്പോൾ നമ്മൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് 7 ആർട്സിൻ്റെ ഫസ്റ്റ് പടമായിരുന്നു വിജയമത്സരം എന്ന് സിനിമ എടുക്കാൻ വന്ന ആദ്യമായിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്തത്. അന്ന് തൊട്ട് 7 ആർട്സിൻ്റെ അവസാന പടം വരെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഇതിൽ ഒരു കാര്യം കൂടെ പറയേണ്ടത്, ഈ എഴുതിയെടുത്തിൽ സ്നേഹപൂർവ്വം മമ്മൂട്ടി എന്ന് തന്നെയാണ് അത് തീർത്തിരിക്കുന്നത്. അതാദ്യം ചെയ്തു. അത് ചെയ്ത ശേഷവും ഈ AI മമ്മൂക്ക ഉണ്ടല്ലോ, AI മമ്മൂക്കനെ ഒന്ന് കാണണമല്ലോ. ഇത് കാരണം ഈ നമ്മൾ വിചാരിക്കുന്ന 100-200 കോടിയുടെ സിനിമകളിൽ പോലും AI ചെയ്തിട്ട് പല മുഖങ്ങളും നമുക്ക് ഒരു വ്യക്തതയും കൃത്യതയും ഇല്ലാതെ വരുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ട് ഈ AI ചെയ്ത പോർഷനുകൾ പല ഘട്ടങ്ങളായിട്ട് കാണിക്കാൻ ജോഫിൻ വരികയും ആ AI പോർഷനുകൾ കാണുന്നതിനകത്ത് ഈ ലാസ്റ്റത്തെ കത്ത് വായിക്കുന്ന സീനും കണ്ടതിന് ശേഷം
മമ്മൂക്ക വീണ്ടും വിളിച്ചിട്ട് വെളുപ്പിന് 6 മണിക്ക് വിളിച്ചിട്ടാണ് മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞ് ഇത് തിരുത്തി ഡബ് ചെയ്തത്. ആദ്യ സിനിമയിൽ സ്നേഹപൂർവ്വം മമ്മൂട്ടി എന്ന് പറഞ്ഞ് തീരുന്നതായിരുന്നു. അത് പറ്റത്തില്ല, മമ്മൂട്ടി ചേട്ടൻ തന്നെ നമുക്ക് ചെയ്യാം. പക്ഷെ അദ്ദേഹം വിദേശത്തേക്ക് പോവാണ്. അപ്പോൾ വെളുപ്പിന് തിരിച്ച് വിളിച്ചിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അനുമതിയും അത് വേണുചേട്ടനും മാൻഡോ ചേട്ടനുമായിട്ടും എല്ലാവരും ഉള്ള സൗഹൃദത്തിൽ വന്നിട്ടുള്ളതാണ്. അല്ല, അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു സംഭവം ഉള്ളത്, ഞാനും രാമും മമ്മൂക്ക അടുത്ത് പോയിട്ട് ആദ്യം കഥ പറയുന്ന സമയത്ത് ഈ മുത്താരംകുന്ന് പിയോടെ ഇതുണ്ടായിരുന്നില്ല, അതിന് പകരം അവിടെ വേറൊന്നായിരുന്നു. അപ്പോൾ നമുക്കത് കേട്ട് മൊത്തം കഥ കേട്ട് കഴിഞ്ഞ സമയത്ത് നമുക്ക് പറഞ്ഞത് ഇതുമായിട്ട് സമാനമായിട്ടുള്ളൊരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം നിങ്ങൾ പറഞ്ഞ ശ്രീനിവാസൻ സാറും സിബി സാറും കൂടി വന്നിട്ട് മമ്മൂക്ക അടുത്ത് വന്ന് ഇങ്ങനൊരു എനിക്ക് കത്ത് വരുന്നുണ്ട്, ആ കത്തിൽ മമ്മൂട്ടി ചോട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് ഞങ്ങൾക്ക് സിനിമയാക്കണം എന്ന് പറഞ്ഞു. അപ്പം മമ്മൂക്ക പറഞ്ഞു ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾ അഭിനയിക്കേണ്ട, ഡബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഇതുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് മമ്മൂക്കയാണ് ഈ മുത്താരംകുന്ന് വിയുടെ റെഫറൻസ് ഞങ്ങൾക്ക് തരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ സാധനം കണക്ട്. അപ്പോൾ എല്ലാവരും എന്നെ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇത് ഇത്രയും ബ്രില്യൻ്റായി കണക്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. പക്ഷെ അത് ഇങ്ങനെ വന്നൊരു സംഭവമാണ്. മമ്മൂട്ടിയാണ് ഒരു കാരണമായതല്ലേ? അതെ, അതിലേക്ക് നിങ്ങളെ അത് അങ്ങനെ ഒരു റിയൽ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മമ്മൂക്കയാണ് പറഞ്ഞു തന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിങ് ആയത് അതിൻ്റെ കാലഘട്ടം നോക്കുമ്പോൾ ഭയങ്കര അതെ, എന്നെ അതാണ് അത്ഭുതപ്പെടുത്തിയത്. കാരണം ഞാൻ മുത്താരംകുന്ന് പിയോയുടെ ഫൈനൽ പ്രിൻ്റ് ആയിക്കഴിഞ്ഞ ശേഷം അത് മദ്രാസിൽ അന്ന് ഫിലിം ചേംബർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഉണ്ട്, അവിടെയാണ് പ്രിവ്യൂ ഷോസ് ഇടാറുള്ളത്. അപ്പം ഞാൻ ലിസി അന്ന് പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ രഞ്ജിത്ത് ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രിവ്യൂവിൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടി ഞാൻ ലിസിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വിജയകുമാറുണ്ട്. വിജയകുമാർ കാതോട് കാതോട് അതിൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ലിസിക്ക് അഡ്വാൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം പറയാനോ മറ്റോ വന്നതാണ്. അപ്പം ഞാൻ ഈ പ്രിവ്യൂവിൻ്റെ കാര്യം പറയുകയും വൈകുന്നേരം അന്ന് പ്രിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിജയകുമാർ അന്ന് യാത്രയാകുന്നുണ്ട്. വിജയകുമാർ അത് കാണാൻ നിന്നില്ല. അദ്ദേഹം ഈ സിനിമയുടെ കൊടൈക്കനാലിലേക്ക്, ഒരു പ്രധാന ലൊക്കേഷൻ കൊടൈക്കനാലായിരുന്നു, അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്ന ദിവസമാണ്. അപ്പം കൃത്യമായിട്ടും ഇതിൽ നിങ്ങളുടെ കഥയിൽ പറയുന്ന ആ ഒരു പീരിയഡ് കൃത്യമായിട്ട് വർക്കായി. 85 ജൂണിൽ മുത്താരംകുന്ന് പിയോ റിലീസാകുന്നു, ഇതാ നവംബറിൽ റിലീസാകുന്നു. അപ്പോൾ അത് ആ ഒരു കറക്റ്റ് ടൈം അതിനകത്ത് വരികയും ചെയ്തു. അല്ല, അങ്ങനെ പറഞ്ഞു, അത്രയും റെഫറൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം അതാണ്. ഓരോ സിനിമകളുടെ കാര്യം പറയും. പിന്നെ എന്താ പറയുക, ഇപ്പോൾ പള്ളാശ്ശേരി എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ തന്നെ അതൊക്കെ നമുക്കറിയാവുന്നതാണ്. കാരണം അന്നത്തെ കാലത്ത് നാന, അതിൻ്റെ റെഫറൻസ്, നാനയുടെ കുറേ സ്റ്റിൽസുകൾ കാണിച്ചു. പിന്നെ ജോൺ പോളിനൊക്കെ, അന്നത്തെ ജോൺ പോൾ ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് വന്നപ്പോൾ ചോദിക്കുകയും ചെയ്തിരുന്നു, ഇപ്പോഴത്തെ അങ്കിളല്ല കേട്ടോ, അന്ന് എത്ര തടിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ അത് കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ജോൺ പോൾ, അന്നത്തെ ജോൺ പോൾ ശരിക്കും ജോൺ പോൾ ആണ്. മാത്രമല്ല ഈ ജോൺ പോൾ സാറിന്റെ നമ്മൾ സഫാരി ചാനലിൽ ഒരു വിഷ്വൽ കാണിക്കുന്നുണ്ടല്ലോ, അപ്പം അതിലൊരു 2 ഡയലോഗ് ശബ്ദം വെക്കണം. നമ്മൾ വിഷ്വൽ ഇല്ലാതെ ഓഡിയോ പോകുന്നുണ്ട്. അപ്പൊ ആ ശബ്ദം കിട്ടാൻ തന്നെ എത്ര മിമിക്രിക്കാരെ നമ്മള് ഡബ് ചെയ്തല്ലേ? എനിക്ക് തോന്നുന്നു ഇത് കറക്റ്റ് മാച്ചല്ലേ. എത്രയോ പേരെ പരീക്ഷിച്ചിട്ടാണ് ആ ശബ്ദത്തില് ആ ഓഡിയോയിലോട്ട് എത്തിയിട്ടുള്ളത്. എന്നെ ചെയ്യാതെ തന്നെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതിന് കാരണം തരാം, ജഗദീഷ് അന്ന് എങ്ങനെ ഇരിക്കണം അതേപോലെ തന്നെയാണ് ഇപ്പോഴും. നമുക്കൊക്കെ എപ്പോഴും അത്ഭുതം തോന്നുന്നതാണ്, ഇപ്പോഴും അതേപോലെ യങ്ങായിട്ടിരിക്കുന്നതാണ്. ജഗദീഷ് മാത്രമല്ല കേട്ടോ, മോഹന അങ്ങനെ തന്നെയാണ്. അതിൽ വേറൊന്നും കൂടെ ഉണ്ട്. ജഗദീഷൻ പറഞ്ഞോ നിങ്ങളോട് തമ്മിൽ. അതില് ഈ ജഗദീഷ് ഏട്ടൻ വർത്തമാനകാലത്തിൽ ഇരുന്നിട്ടാണല്ലോ ഈ കഥ മുഴുവൻ പറയുന്നത്. ഈ കഥ പറയുന്നതിൽ ജഗദീഷ് ഏട്ടൻ ഒരു യൗവനം കാണിക്കുന്നുണ്ട്. ആ യൗവനത്തിൽ ജഗദീഷ് ഏട്ടൻ, ഞാൻ ആ കുട്ടിക്ക് ഒരു കത്തെഴുതുന്ന കഥ എഴുതുമ്പോൾ ജഗദീഷ് ഏട്ടൻ്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതിനെ യൗവനമാക്കിയിട്ടുണ്ട് ഒരു ഇച്ചിരി. കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ശബ്ദം ആയിരിക്കുമല്ലോ അതിനെ. അപ്പൊ അതിനെ ഒരു ഇത്തിരി ജഗദീഷ് നിത്യയുവാണെങ്കിലും അതിനെയും ആ കത്തില് പറയുന്ന ശബ്ദവും ഇത്തിരി മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്.